ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഭഗവത്ഗീത അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ആം, ഭാഗവതം ശരിക്ക് മഹാഭാരതത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടാണ് അല്ലേ? ശ്രീകൃഷ്ണൻ അർജുനനോട് ഒരു യുദ്ധത്തിൽ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളാണ്. അപ്പം ശരിക്ക് സനാതന ധർമ്മം, അതായത് ഹിന്ദു മതത്തിൽ മോർ ദാൻ 50 ടൈപ്സ് ഓഫ് ഗീതയുണ്ട്. അതിൽ ഭഗവത്ഗീതയും ഉദ്ധവഗീതയും കൃഷ്ണൻ സ്വയം ഉപദേശിച്ച ആ, കാര്യങ്ങളാണ്. അപ്പം ഉദ്ധവഗീത ശരിക്കും എന്താണ്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഉദ്ധവഗീതയിൽ 1100 ശ്ലോകങ്ങളുള്ളൊരു ബുക്കാണ്. അപ്പം ഉദ്ധവ എന്ന് പറഞ്ഞൊരു ആള് ശ്രീകൃഷ്ണൻ്റെ ഒരു കസിൻ ആയിരുന്നു. ശ്രീകൃഷ്ണൻ്റെ കസിൻ മാത്രമായിരുന്നില്ല, ഒരു ട്രൂ ഭക്തനായിരുന്നു. അപ്പം ദ്വാപരയുഗം തീരാറായി എന്ന് മനസ്സിലായപ്പം ഇനി കലിയുഗത്തിൽ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാവുമെന്നും കലിയുഗത്തിൽ ആൾക്കാർ എങ്ങനെ ജീവിക്കണമെന്നും ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉദ്ധവ എന്ന് പറഞ്ഞ ഈ കസിന്. അപ്പം ഇന്ന് ഈ ബുക്കിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നതാണ് വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കലിയുഗത്തിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. ഇതൊരു മെറ്റീരിയലിസ്റ്റിക് കാര്യമാവാം, നമ്മളൊരു ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടാവാം, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ റിലേഷൻസ് വഴിയാവാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് നമുക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റി, നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കി ഇതിൽ നിന്ന് നമ്മൾ മാറണം. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്നർ പീസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമ്മൾ എത്രത്തോളം ഈ റിലേഷൻഷിപ്പ്, ഈ മെറ്റീരിയൽസിലൊക്കെ നമ്മൾ നിൽക്കുന്നോ അത്രത്തോളം നമ്മൾ ഗ്രോ ആവില്ല എന്ന്. അപ്പം അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെസൺ. അതുമാത്രമല്ല, നമ്മുടെ ഈ ഒരു ലൈഫിൽ, ഈ നമ്മുടെ പ്രസൻറ്റ് ഡേയ്സിൽ നമുക്ക് എന്തുമാത്രം ഓപ്ഷൻസ് ആണല്ലേ നമുക്ക് ഡിസ്ട്രാക്റ്റ് ആവാൻ വേണ്ടി, അല്ലേ? നമുക്ക് ഫുഡുണ്ട്, നമുക്ക് മൂവീസ് ഉണ്ട്, ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്താൽ മതി എന്ത് ടൈപ്പ് ഓഫ് ഡിസ്ട്രാക്ഷൻ നമുക്ക് വേണമെന്ന്, അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പം ശരിക്ക് നമ്മളാണ് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലാണ്ട് തിരിച്ച് ഡിസ്ട്രാക്ഷൻസ് അല്ല നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലേ? രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൺട്രോൾ ചെയ്യണമെന്ന്. സോ കൺട്രോൾ യുവർ സെൻസസ് എന്ന്. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, കലിയുഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ തോട്ട്സ്. അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും ബിസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരിക്കലും ഗ്രോ ചെയ്യാൻ ഉള്ളൊരു ചാൻസ് കിട്ടില്ല. അപ്പം നമ്മളിപ്പം ഒരു കാര്യം, ഒരു സാധനം നമ്മൾ ഇന്ന് വാങ്ങിക്കുവാണെങ്കിൽ അത് നാളെ പഴയതാവും, മറ്റന്നാൾ അത് കേടായിപ്പോവും, കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ അതിനെപ്പറ്റി മറന്നേ പോവും. അപ്പം ഇന്നുള്ളതൊക്കെ നാളെ ഹിസ്റ്ററി ആയി പോവും. അപ്പം നമ്മൾ ഈ ഒരുപാട് ഈ ഓടി നടക്കുന്നതൊക്കെ ശരിക്കും നമ്മളൊരു ഒരു മെറ്റീരിയലിസ്റ്റിക് ഗോളിന് വേണ്ടിയാണെങ്കിൽ അതൊരു ദിവസം തീരും, അല്ലേ? അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട്, നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ആഗ്രഹങ്ങൾ, ഈ ഡിസയേഴ്സൊക്കെ വരുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ ഒരാഗ്രഹം തോന്നുന്നു, നമ്മൾ പെട്ടെന്ന് പോയി വാങ്ങിക്കും.
ആ വാങ്ങിക്കുന്ന സമയം വരെയുള്ള ഒരു എന്താ പറയുക, ഒരു ഡോപ്പമീൻ എഫക്റ്റ്, ഇല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വരുന്ന ഒരു പീക്ക് ഹാപ്പിനെസ്, അത് ആ സാധനം വാങ്ങിച്ച ഉടനെ തീരും. അപ്പം നമ്മളതൊന്ന് ആലോചിക്കണം, എന്താണ് ശരിക്ക് നമ്മുടെ ആവശ്യം. മൂന്നാമത്തെ കാര്യമാണ് നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കണമെന്ന്. അപ്പം ശരിക്ക് ഇപ്പോഴത്തെ കാലത്തൊക്കെ ആർക്കും ആരോടൊന്നും ചോദിക്കാനോ സംസാരിക്കാനോ സമയമില്ല, താല്പര്യമില്ല. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് കലിയുഗത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ടു ബി ക്യൂരിയസ്. അതായത് നമ്മൾ ഇനിയും അറിയാനുള്ള ഒരു എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ഈ വേൾഡ് എന്താണെന്നും നമ്മൾ എവിടുന്നാണ് വന്നേ, നമ്മുടെ ആക്ച്വൽ പേർപ്പസ് എന്താണെന്നൊക്കെ നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് നമുക്ക് പറഞ്ഞു തന്നത് അത്രമാത്രം അറിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അടുത്ത കാര്യത്തിലേക്ക് പോകും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്ത് അതിൻ്റെ ലോജിക്കൽ റീസൺ മനസ്സിലാക്കാൻ നോക്കണം. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് ഈ ഒരു പ്രോസസ്സിൽ നമ്മളെ തന്നെ പഠിപ്പിച്ച് നമ്മൾ തന്നെ ഒരു ഗുരുവായി മാറും. അപ്പം അതൊരു ഭയങ്കര ഒരു നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു ലെസനാണ് അല്ലേ. സോ നമ്മളൊരു കാര്യം നമുക്ക് അറിയില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷ, അത് അവിടെ തന്നെ നിൽക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യം അറിയുന്നു, അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കാര്യം പഠിക്കുന്നു. ഫുൾ ലൈഫ് നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രോസസ്സിൽ നമ്മുടെ ലൈഫിലെ പേർപ്പസ് എന്താണെന്ന് നമ്മൾ തന്നെത്താൻ പഠിക്കും. അപ്പം അങ്ങനെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ലെസനായിരുന്നു ആക്സെപ്റ്റ് ലൈഫ്സ് ചാലഞ്ചസ്. അതായത് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്, ഒരു ലൈഫിൽ, ഒരാളുടെ ലൈഫിൽ സുഖവും ദുഃഖവും രണ്ടും ഒരു പാർട്ടാണ്. ഒരാൾക്കും സുഖങ്ങൾ മാത്രമോ അല്ലെങ്കിൽ ദുഃഖങ്ങൾ മാത്രം ഉണ്ടാവില്ല. അപ്പം അത് കാരണം തന്നെ നമുക്കിത് ബൈപ്പാസ് ചെയ്ത് പോകാൻ പറ്റില്ല. ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് മാറാൻ പറ്റില്ല. സുഖങ്ങൾ മാത്രം നമുക്ക് തേടി പോകാനും പറ്റില്ല. അത് കാരണമാണ് നമ്മൾ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് നമുക്ക് ഒരു പ്രശ്നം വന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെപ്പറ്റി ആലോചിക്കില്ല, നമ്മൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ആലോചിക്കില്ല. എപ്പോഴും നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് നമുക്ക് തോന്നില്ല അല്ലേ. ലൈഫ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ടഫ് സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഒരു ലൈഫിലെ പാർട്ടാണ് ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണോ അത് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഇതായിരുന്നു എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഇന്നതൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്ലസ് നമ്മളിപ്പം കലിയുഗത്തിലാണ് എന്നറിയുമ്പം എത്രത്തോളം നമുക്കിതിനെപ്പറ്റി പഠിക്കാൻ പറ്റുന്നു, എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നോ അത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഉദ്ധവ ഗീത എന്ന് പറഞ്ഞ ബുക്ക് നമുക്ക് കിട്ടും. അതല്ല ആരുടെങ്കിലൊക്കെ വീട്ടിൽ ശ്രീമദ് ഭാഗവത മഹാപുരാണ ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ 11th സ്കന്ധത്തിൽ ഇതുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.